മലയാള സിനിമയിലൂടെ പ്രിയങ്കരനായി മാറിയ നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായ ശ്രീനിവാസന്റെ വിയോഗം മലയാള സിനിമയ്ക്ക് തീരാ നഷ്ടമാണ്. 225ലേറെ സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചു. സാധാരണ മനുഷ്യരുടെ ജീവിതം നർമ്മത്തിൽ ചാലിച്ച കഥാപാത്രങ്ങളിലൂടെ ചിന്തിപ്പിക്കാൻ പ്രേക്ഷകരെ പ്രേരിപ്പിക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ കഥകൾ. ലളിതമായ വാക്കുകളിൽ വലിയ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞ അദ്ദേഹം സമൂഹത്തിൽ നിലനിൽക്കുന്ന ആചാരങ്ങളുടെയും അനാചാരങ്ങളുടെയും രാഷ്ട്രീയത്തിന്റെയും കലാകാരന്മാരുടെയും സിനിമയുടെയും എല്ലാത്തിന്റെയും ഉള്ളറകളെ വിമർശിക്കാൻ മടികാട്ടിയില്ല. നടനായി, തിരക്കഥാകൃത്തായി, സംവിധായകനായി മലയാള സിനിമാ ലോകത്തിൽ അദ്ദേഹം തന്റെ കയ്യൊപ്പ് പതിപ്പിച്ചു. സമൂഹത്തിലെ വിരോധാഭാസങ്ങളും കുടുംബ ബന്ധങ്ങളും തുറന്നു കാട്ടിയ അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ പ്രേക്ഷകർക്ക് വളരെ അടുത്തവയായിരുന്നു. ചിന്താവിഷ്ടയായ ശ്യാമള, കഥ പറയുമ്പോൾ, സന്ദേശം, വടക്കുനോക്കിയന്ത്രം, നാടോടിക്കാറ്റ്, പൊന്മുട്ടയിടുന്ന താറാവ് തുടങ്ങിയ ചിത്രങ്ങൾ മലയാള സിനിമയിലെ അദ്ദേഹത്തിന്റെ വിലപ്പെട്ട സംഭാവനകളായി മാറി. കഥ പറയുമ്പോൾ എന്ന ചിത്രത്തിൽ ഗ്രാമത്തിലെ താഴെത്തട്ടിലുള്ള ജനങ്ങളുടെ ജീവിത രീതിയെയും ചലച്ചിത്ര നടന്റെ താരപദവിയെയും സൗഹൃദത്തെയും ചൂണ്ടിക്കാണിക്കുന്നു. ഈ ചിത്രത്തിലെ ബാലൻ എന്ന കഥാപാത്രം ജനങ്ങൾക്ക് മറക്കാനാവാത്ത കഥാപാത്രമാണ്. ബാലന്റെ നിഷ്കളങ്കതയും സാധാരണ മനുഷ്യന്റെ ജീവിതവും ജനങ്ങൾ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. അറബിക്കഥയിലെ മുകുന്ദൻ പ്രവാസ ജീവിതത്തിലെ കഠിന വേദനകളെയും മലയാളി സമൂഹത്തിന്റെ മാറ്റാൻ പറ്റാത്ത കാഴ്ചപ്പാടും എടുത്തു കാണിച്ചു. പൊന്മുട്ടയിടുന്ന താറാവിലെ തട്ടാൻ ഭാസ്കരനും പത്മശ്രീ ഭരത് ഡോക്ടർ സരോജ് കുമാറിലെ സരോജ് കുമാറും അക്കരെ അക്കരയിലെ വിജയനും തേന്മാവിൻ കൊമ്പത്തിലെ അപ്പക്കാളയുമെല്ലാം പലതരത്തിലുള്ള മനുഷ്യജീവിതങ്ങളെ നർമ്മത്തിലൂടെ എടുത്തു കാണിച്ചു. ഇവയെല്ലാം പ്രേക്ഷക ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങി. ശ്രീനിവാസൻ ഒരു മികച്ച നടനായി മാത്രമല്ല, മലയാള സിനിമയിലെ പ്രമുഖ തിരക്കഥാകൃത്തുമായ ഇദ്ദേഹം സിനിമയിലെയും സമൂഹത്തിലെയും അനീതികൾ, കപട സദാചാരങ്ങൾ, മനുഷ്യജീവിതത്തിലെ സംഘർഷങ്ങൾ എന്നിവയെ ഹാസ്യത്തിന്റെ മൂർച്ചയോടെ അവതരിപ്പിച്ചു. അദ്ദേഹത്തിന്റെ തൂലികയിലൂടെ മനുഷ്യ മനസ്സുകളെയും ചിന്തകളെയും തൊട്ട കഥാപാത്രങ്ങൾ നമുക്ക് ചുറ്റുമുള്ള അല്ലെങ്കിൽ നമ്മളെ തന്നെയാണെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ തൂലിക കൊണ്ട് അദ്ദേഹം അത്ഭുതം തീർക്കുകയായിരുന്നു. അദ്ദേഹം സംവിധാനം ചെയ്ത ചിന്താവിഷ്ടയായ ശ്യാമളയ്ക്ക് ദേശീയ ചലച്ചിത്ര അവാർഡും വടക്കുനോക്കിയന്ത്രത്തിന് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡും മറ്റ് അനവധി അവാർഡുകളും അഭിനയത്തിലെത്തി വളരെ കുറച്ചു നാളുകൾക്കുള്ളിൽ തന്നെ അദ്ദേഹത്തെ തേടിയെത്തി. അദ്ദേഹം വന്നത് നായകനായല്ല, സൂപ്പർ ഹീറോയായല്ല, നമ്മളെപ്പോലെ തന്നെ തെറ്റുകളും കുറവുകളും സ്വപ്നങ്ങളുമുള്ള സാധാരണ മനുഷ്യന്റെ നമുക്കിടയിലുള്ള ഓരോ കഥാപാത്രങ്ങളെയും തൊട്ടെടുക്കുന്ന രീതിയിലുള്ള കഥാപാത്രങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ ശ്രീനിവാസൻ സിനിമയിൽ മാത്രമല്ല, മലയാളികളുടെ ഹൃദയത്തിൽ എന്നും സൂപ്പർ ഹീറോയായി ജീവിച്ചിരിക്കും. ചിരിയിലൂടെ നമ്മളെ ചേർത്ത് പിടിച്ച കലാകാരന് മെട്രോ 7 ന്യൂസിന്റെ പ്രണാമം.